Just close your eyes and just worship him, and let us enter into the throne of grace with Jesus for today's message. നമ്മുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ആത്മാവിൽ കർത്താവിന്റെ അന്തരംഗത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. We worship you, Jesus. അങ്ങേ ആരാധിക്കുന്നു. We worship you, Jesus. യേശുവേ, everyone who is watching us world over, ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, if you have the gift of the Holy Spirit is speaking in tongues, start speaking in tongues. പരിശുദ്ധാത്മാവ് അന്യഭാഷകളിൽ സംസാരിക്കാനുള്ള വരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അന്യഭാഷകളിൽ സംസാരിച്ചാൽ, talk to the Holy Spirit. പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചാൽ, tell him, here am I, just help me to understand the word. പരിശുദ്ധാത്മാവേ, ഇതാ ഞാൻ അടിയൻ, അവിടുത്തെ തിരുവചനം ഗ്രഹിപ്പാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. And Holy Spirit, I give you total freedom, total liberty. Speak to everyone who is watching us. പരിശുദ്ധാത്മാവേ, ഈ തുടർന്നുള്ള മുഴുവൻ ഞാൻ ശുശ്രൂഷിക്കുന്നെങ്കിലും അങ്ങേക്കാണ് പൂർണ്ണ സ്വാതന്ത്ര്യം. അങ്ങ് സംസാരിക്കണേ. We love you, my Father. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. Father, we love you. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. We love you, Jesus. അപ്പാ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. And glorify your name. Glorify your name. Glorify your name in all the earth. Glorify your name. Glorify your name. Fill every place with your presence. We love you, Jesus. അങ്ങയെ സ്നേഹിക്കുന്ന യേശുവേ, In all the earth, then sings my soul, my Savior God, to thee. How great you are, how great thou art, how great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great you are, how great thou art, how great thou art, and how great thou art, how great thou art, and how great thou art, how great thou art. We love you, Jesus. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. Thank you that every time we come to your presence gets manifested. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ തിരു സാന്നിധ്യത്തിലേക്ക് വരുന്ന ഓരോ സമയം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുന്നതിനായി നന്ദി. It's because you love us so much. ഞങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അത് കർത്താവേ. Help us every day to understand your love towards us. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം എന്തുമാത്രമെന്ന് തിരിച്ചറിയുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണേ. Because understanding your love for us is what builds up in faith. എന്നാൽ കർത്താവേ, അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾ അറിയുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്. And we pray for everyone who is watching us. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ. It's not by accident they have tuned on to the television. ഇന്ന് അവരെ ആരാധനയിൽ പങ്കുകൊള്ളാൻ ടെലിവിഷൻ തുറക്കാനിടയായത് അത് അങ്ങയുടെ. It's not just a coincidence that the Facebook, YouTube, wherever you are watching, it's not a coincidence. It is a plan of God to bless you. സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരിന്ന് ചേർന്ന് വരുവാനിടയായത് ഒരു യാദൃച്ഛിക സംഭവമല്ല, കർത്താവിനൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ്. We give you glory in Jesus' name. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ. Amen. Amen. You may be seated. എല്ലാവർക്കും ഇരിക്കാം. Hallelujah. Hallelujah. We will go into the word where we stopped last week. It was from the book of John,
1 John chapter 4 and verse 15. 1 യോഹന്നാൻ 4:15 കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ തിരുവചനം ഒരിക്കൽ കൂടെ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. Whoever confesses that Jesus is the Son of God, God abides in him and he in God. യേശു ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. You and me are abiding in God and God is abiding in us, meaning you are unchallengeable, unstoppable and failure proof. നിങ്ങളിലും എന്നിലും ദൈവം ആവസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളെ ഇനി തടയുവാൻ സാധിക്കത്തില്ല, നിങ്ങളെ ഇനി ആർക്കും വെല്ലുവിളിക്കാനാകത്തില്ല. സർവശക്തൻ നിങ്ങളുടെ ഉള്ളിലാണ് വാസം ചെയ്യുന്നത്. Now that is why after the resurrection of Jesus, അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം നോക്കുമ്പോൾ there is nothing more to get, but it is 2-3 things that is very important, and number 1 is understanding that God loves you. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ഇനി പുതുതായിട്ടൊന്നും കിട്ടാനല്ല, മറിച്ച് ആ ക്രിസ്തുവിലുള്ളത് അറിയാൻ അവന്റെ ഹൃദയദൃഷ്ടി തുറക്കുന്നതാണ് ആവശ്യം. And that is why the next word, verse 16, the Bible says, അതുകൊണ്ടാണ് അതിന്റെ 16 വാക്യം അടുത്ത വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, that we have known and believed the love that God has for us. God is love, and he who abides in the love abides in God and God in him. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. God, knowing God's that love, meaning it is not just a understanding of the mind, it is believing in the heart, the assurance in the heart. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ബുദ്ധിയിലുള്ള ഒരു അറിവിന്റെ കാര്യമല്ല, മറിച്ച് ഉള്ളിൽ എന്നോട് ആ സ്നേഹമുണ്ടെന്നുള്ള വെളിപ്പാടിലുള്ള അറിവാണ്. You know, when you are, that is why the verse 15 says you abide in him, meaning the association is so close, so intimate that you know and you have faith in the love of God. ആ 15-ാം അധ്യായത്തിൽ നിങ്ങൾ അവനിൽ വാസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രമേൽ അടുത്തതാണ്, അടുത്ത ബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. When you know a person, you will trust his word. ഒരു വ്യക്തിയെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആള് പറഞ്ഞ വാക്കിൽ നമ്മൾ ആശ്രയിക്കും. You know that he will never leave you nor forsake you because he has spoken it. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവത്തെ നമുക്കറിയാം. പറഞ്ഞാൽ വാക്ക് മാറത്തില്ല. Last week onwards we had some issues with the torch bearer group. ഞങ്ങളുടെ ടോർച്ച് ബെയറർ ഗ്രൂപ്പിൽ ചില പ്രയാസങ്ങൾ ആ ഗ്രൂപ്പിൽ ഓൺലൈൻ ഗ്രൂപ്പ്. One sister Jennifer from USA wrote a mail to me. അമേരിക്കയിൽ നിന്നൊരു ജെന്നിഫർ എനിക്കൊരു മെയിൽ അയച്ചു. And she wrote like this. ഇങ്ങനെയാണ് എഴുതിയത്, In the torch bearer group I am seeing messages which I know it is not from you. ആ ടോർച്ച് ബെയറർ ഗ്രൂപ്പിൽ ചില മെസ്സേജസ് അവിടെ നിന്ന് വന്നു, എനിക്കറിയാം അത് നിങ്ങൾ അയച്ചതല്ല. Because it is contrary to what you are teaching. കാരണം നിങ്ങൾ ഇത്രയും നാളും പഠിപ്പിച്ച നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമാണ് ആ പോസ്റ്റുകൾ. It is talking about end time and all the useless stuff. ആ അന്ത്യകാലത്ത് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുള്ള ഒരിക്കലും നിങ്ങളുടെ പഠിപ്പീരിലില്ല അത്. So the word she used was, I know because I am following all the 3 meetings every day. ഈ ജെന്നിഫർ പറയുന്നത് ഈ 3 മീറ്റിങ്ങുകൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള ഡെയിലി മീറ്റിങ്ങുകൾ ദിവസങ്ങളായി മാസങ്ങളായി കാണുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് ഈ പോസ്റ്റ് നിങ്ങളുടേതല്ലെന്ന് എനിക്ക് അറിയാം എന്ന വാക്കാണ്. And I forwarded to Justin and the legal team who are looking into it. അത് ജസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ലീഗൽ ടീമുണ്ട് ഇതിന്റെ കാര്യങ്ങൾ നോക്കാൻ, അവർക്ക് അയച്ചു. Also this is to warn you, there is another Facebook account, Tangu brother Matthew Kurula. It is identical, same picture like mine, but it is not from us. There also the legal team is taking action. തങ്കു ബ്രദർ മാത്യു കുരുള എന്ന പേരിൽ ഒരു ഫേസ്ബുക്കും എന്റേതല്ലാത്തത് അതേ ചിത്രത്തിന് സമാനമായിട്ടൊക്കെ ഇട്ട് ഇപ്പോൾ എവിടുന്നോ ആരോ അതും ഞങ്ങൾ ലീഗൽ സെല്ലിൽ കൊടുത്തിരിക്കുകയാണ്. It is good to keep us aware. Now this I wanted to talk on the Facebook, but just because the topic came, I am saying, you know by the track record. അത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ പറഞ്ഞു വന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മുൻകാല അനുഭവങ്ങളിൽ കൂടെ ഒരാളെ അറിയാം.
when you are in Christ and you read from Genesis till then, we see a God who abides, speaks the word, abides by the word, whatever is the condition. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിലനിന്ന് അത് നിവർത്തിക്കുന്നവനാണ്. And that is why faith is developed out of love, knowing that God loves me. അങ്ങനെയാണ്, അതുകൊണ്ടാണ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നത്. നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം അത് മാറത്തില്ല. ആ സ്നേഹത്തിലുള്ള ഉറപ്പിലാണ് നമ്മുടെയും വിശ്വാസം. And that is why in Mark 4, when they are going through the tempest, Jesus is sleeping in the boat. They are afraid that they are going to drown, and they ask Jesus, wake up, do something. മർക്കോസ് 4 നമ്മൾ കാണുന്നുണ്ട്, അവര് യേശു ശിഷ്യന്മാരും കടലിലൂടെ പോകുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റും തിരമാലയും അടിച്ചു. യേശു പടകിൽ ഉറങ്ങുകയായിരുന്നു. അവര് ഭയന്നിട്ട് കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുക. And verse 39, Jesus rose and said, peace, be still, and the wind ceased. അവിടെ 39 വാക്യത്തിൽ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അവ അടങ്ങി എന്ന് വായിക്കുന്നു. And verse 40 Jesus is asking them. 40 വാക്യം വരുമ്പോൾ യേശു ചോദിക്കുന്നതായി നാം കാണുന്നു, why are you so fearful? എന്തുകൊണ്ട് നിങ്ങൾ ഭയക്കുവാൻ എന്ത്? How is that you have no faith? നിങ്ങളുടെ വിശ്വാസം എവിടെ? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് ചോദിച്ചു. Why don't you have faith? A miracle has just happened. ഇപ്പോൾ നമ്മൾ ഈ കടൽ യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുതം നിങ്ങൾ കണ്ടതല്ലേ? ഇപ്പോഴും വിശ്വാസമില്ല. So a miracle, watching a miracle, hearing a testimony does not establish your faith. അതിന്റെ അർത്ഥം ഒരു അത്ഭുതം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരാൾക്ക് നടന്ന അത്ഭുത സാക്ഷ്യം കേട്ടത് കൊണ്ടോ നിങ്ങളെ വിശ്വാസത്തിൽ ഉറയ്ക്കണമെന്നില്ല. It is by knowing him in person, and that is why Jesus said, abide in me. ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളുമായി വ്യക്തിപരമായ ബന്ധം വന്ന് ആ വ്യക്തിയുടെ സ്വഭാവം അറിയുമ്പോഴാണ്, ആ സ്നേഹത്തെ അറിയുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത്. They were with Jesus, but they did not understand who he is. യേശുവിന്റെ കൂടെ അവരെ ഉണ്ടായിരുന്നെങ്കിലും യേശുവിനെ അവർ ആഴത്തിൽ അറിഞ്ഞിരുന്നില്ല. We can preach Jesus, we can have a degree on the Bible, theology, we can have many things, but it is different to understand, know him. Know is the word, personally. നമുക്ക് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബൈബിളിൽ യേശു ക്രിസ്തുവിനെ പഠിച്ച് ഒരു ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കാൻ പറ്റും. അതും യേശുവിനെ അറിഞ്ഞ് യേശുവിൽ വസിച്ച് ആ വ്യക്തിയെ അറിയുന്നതും വളരെ വ്യത്യസ്തമാണ്. And that is why verse 41 it makes it very clear. അതുകൊണ്ട് 41 വാക്യത്തിൽ ഈ ആശയം കുറച്ചുകൂടെ വ്യക്തമാകുകയാണ്. They were exceedingly fearful and they talked to one another, who can this be? അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. Look at the mindset. They don't know him, that is why they are talking among themselves and say, who might this be? ഈ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഇതുവരെ വേണ്ടവണ്ണം ഈ യേശുവിനെ പിടികിട്ടിയില്ല. അവർ അത്ഭുതം കണ്ടും ഒക്കെ ശരിയാണ്. ഇവൻ ആർ? കാറ്റും കടലും കൂടെ അനുസരിക്കുന്നില്ല. അപ്പോൾ ആർന്ന് ചോദിക്കുന്നിടം വരെ അവരായുള്ളൂ. They saw the miracle, they ate the bread, yet a little shaking happening in their life, they are now afraid. അവരെ അപ്പം തിന്നിട്ട് ചില മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. മാത്രമല്ല അവരുടെ കാറ്റ് അടങ്ങുന്ന ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ടത് ഇപ്പോഴും അവരുടെ അകത്ത് വിറയലോടെ ചോദിക്കുക, ഇവൻ ആർ? They are still not knowing who he is. ഈ കൂടെ നടന്ന യേശു ആരെന്ന് അവർക്ക് വ്യക്തമായില്ല. And today we have a greater blessing. After the resurrection of Jesus, we have received the life of God, we have the helper, the Holy Spirit, we have every possibility so that we can have an intimate relationship with Jesus Christ. ഇന്നിപ്പോൾ വാസ്തവത്തിൽ അവരിലും അന്ന് അവരായിരുന്നതിനേക്കാൾ ശ്രേഷ്ഠ അവസ്ഥയിലാണ് നമ്മൾ. കാരണം യേശുവിന്റെ ഉയർപ്പിന് ശേഷം അവൻ തന്നെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചു, അവൻ തന്നെ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്ത് ആ കർത്താവിനെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കാലഘട്ടമാണ് ക്രൂശിനും ഉയർപ്പിനും ശേഷം. And that is why faith is arising out of love, and that is what Galatians 5:6 says. അതുകൊണ്ടാണ് സ്നേഹത്തിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ അകത്ത് വർദ്ധിച്ച് ഉയരുകയാണ്. When you have love, when you know that God loves you, you will resist every act of the devil. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, യേശുവിന് എന്നോട് അത്രമേൽ പ്രിയമാണ് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി പിശാച് ഏത് തന്ത്രം കൊണ്ട് വന്നാലും ആ സ്നേഹത്തിന്റെ ഉറപ്പിൽ അതിനോട് എതിർക്കും. I can very boldly say one thing, that the devil can do his tricks to your mind, not your spirit.
ഒന്ന് ഞാൻ ഓർപ്പിക്കാം, ഈ പിശാചിന് നിങ്ങളുടെ മനസ്സിൽ സംശയവും ആ ട്രിക്കും തന്ത്രങ്ങളും കൊണ്ടുവരാം. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിനെ, നിങ്ങളുടെ സ്പിരിറ്റിനെ, നിങ്ങളുടെ ആത്മാവിനെ തൊടുവാൻ അവന് സാധ്യമല്ല. God deals with your spirit and not your mind. ദൈവം നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെടുന്ന മനസ്സുമായിട്ടല്ല. And that is why in Romans 8 the Bible says a carnal mind, a carnal person cannot please God. Without faith you cannot please God, meaning a carnal man cannot please God because he does not operate by faith, he operates by what he sees. അതുകൊണ്ടാണ് ഒരു ജഡ സ്വഭാവമുള്ള ഒരുത്തന്, ജഡ മനസ്സുള്ള ഒരുവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വേറെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതിന്റെ അർത്ഥം വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ജഡികനാണ്, അയാൾ ജഡ മനസ്സുള്ളവനാണ്, അവൻ ആത്മപ്രകാരമല്ല. But when you have the love of God which is poured by the Holy Spirit into your spirit, you walk by faith and not by sight. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹം പകരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. ആ പകരപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ അകത്തുള്ളപ്പോൾ ആ സ്നേഹം അറിഞ്ഞവൻ വിശ്വാസത്തിൽ വർദ്ധിച്ച് സാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും എതിർക്കും. And when challenges come, he will never doubt in his heart, no, this is not from God. He will resist it. And how do I resist it? Resist it by speaking the word, the promise that God has given me. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞൊരു വ്യക്തി, ദൈവത്തിന്റെ സ്വഭാവം അറിഞ്ഞ അടുത്തിടപഴകുന്ന ഒരു വ്യക്തി ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ, അയ്യോ ദൈവം എനിക്കിത് ചെയ്തേന്ന് പറഞ്ഞവൻ പതറത്തില്ല, മറിച്ച് എന്റെ കർത്താവ് ഇത് ചെയ്യത്തില്ല, ഇത് ദൈവപ്രവൃത്തി അല്ല എന്ന് പറഞ്ഞ് പിശാചിനോട് എതിർത്ത് അതിനെതിരെ നിൽക്കാനുള്ള ധൈര്യം. Even today when you are watching us, be assured that sickness is not from God, poverty is not from God. God is a God of good things. He is a giver of good gifts. Opposite, contrary, resist it in Jesus name. ആകയാൽ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പറയട്ടെ, നമ്മുടെ കർത്താവ് നല്ല കർത്താവ്. അവൻ രോഗം തരുന്നവനല്ല, അവൻ ദാരിദ്ര്യം തരുന്നവനല്ല. ഇത് ഏതെങ്കിലും ജീവിതത്തെ കാർന്ന് തിന്നാൻ വരുന്നെങ്കിൽ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് യേശുവിൻ നാമത്തിൽ അതിനോട് എതിർത്ത് ഓടിക്കുക. അത് നിങ്ങളെ വിട്ട് ഓടിപ്പോക തന്നെ. Wherever challenges come, you are assured by the love of God, and faith arises because you have the faith of God. And the Bible says you will speak what you believe, you won't speak what you see. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വരുമ്പോഴും നിങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട്, അവന്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്, വിശ്വാസത്തിൽ വർദ്ധിച്ച് അതിനോട് എതിർത്ത് നിൽക്കും. ഇനി നിങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താല നടക്കും. That is why when a challenge come, we are not here to magnify the challenge or the problem. We are here to magnify what Jesus said. We will resist that mountain with the word because he loves us and he is a performer of the word. നമ്മുടെ മുമ്പിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മുടെ പ്രതിസന്ധി വലുതാണ്, അത് മല പോലെയാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം ഞങ്ങളെ സ്നേഹിച്ചവന്റെ സ്നേഹം, ആ വിശ്വാസം വലുതാകിയാൽ ഏത് മലയോടും എതിർത്ത് നിൽക്കും. അത് സമഭൂമിയായി. I have an advice to you. എനിക്ക് നിങ്ങളോട് ഒരു ഉപദേശമുണ്ട്. You know why do people waver? എന്തുകൊണ്ടാണ് വിശ്വാസികൾ വേവർ ചെയ്യുന്നത്? Why do people get afraid? എന്തുകൊണ്ട് അവർക്ക് ഭയം വരുന്നു? That person spoke bad about me. ആ വ്യക്തി എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. These people did not smile at me. ഈ മനുഷ്യൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. It is because you are leaning to the world and to them more. കാരണം നിങ്ങൾ ഈ ലോകത്തിലേക്ക് ചാരുകയും അവരുടെ വാക്കിലാ കൂടുതൽ ചാരിയിരിക്കും. And when what you are inclining goes off, you fall down. എന്നാൽ ഈ ലോകത്തിലുള്ള ചാരുകളും ലോകത്തിലുള്ള ബലവും അവര് മാറിക്കഴിയുമ്പോൾ നീ പടർന്നു വീഴുക. And that is why you feel, why did they say that? You get sleepless night because you were inclined to the world and the worldly system. അതുകൊണ്ട് അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു എന്ന് എന്തുകൊണ്ട് പതറുന്നു? കാരണം നീ ലോകത്തിലേക്ക്, ലോകത്തിന്റെ സിസ്റ്റത്തിലേക്ക് അച്ചാഞ്ഞിരിക്കുന്നു. You are inclined to the money in the bank. You are inclined to every good thing. When that goes off, you are shaky. നിങ്ങള് ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്, അതിന്മേൽ ചാരുകയാണ്. മനുഷ്യർ പറഞ്ഞ വാക്കിന്മേൽ ചാരുകയാണ്. അവരൊക്കെ മാറുമ്പോൾ നീ കുലുങ്ങിപ്പോകുകയാണ്. I want to assure you one thing. എന്നാൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഞാൻ തരട്ടെ. Leave and incline and say amen to Jesus, who will never leave you nor forsake you. നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കിലും അവന്റെ മാറിലും ചാരിയാൽ ലോകം മുഴുവൻ ഇളകിയാലും നീ കുലുങ്ങില്ല. You will not be, your emotions will not be touched. Your mind will not be touched. You will have an assurance always on the
word because you know and you know and you know he loves me. എന്നെ യേശു സ്നേഹിക്കുന്നു, അവന്റെ വാക്ക് മാറത്തില്ല, അവന്റെ വാക്കൊരിക്കലും മാറത്തില്ല എന്ന ഉറപ്പിൽ ഏത് പ്രതിസന്ധിയിലും നീ കുലുങ്ങാതെ നിൽക്കും. And that is what I have to do always to myself. അതുകൊണ്ട് അതാണ് ഓരോ വിശ്വാസിയും, അല്ലെങ്കിൽ ഞാൻ എന്നിൽ തന്നെ ചെയ്യേണ്ടത് അതാണ്. I have to assure myself. ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കണം. Oh, some people say, oh God, please do it. No, God wants you to assure yourself that Christ, the glory of God is in you. പലപ്പോഴും വിശ്വാസികൾ ദൈവമേ നീ ഒന്നുകൂടെ പ്രവർത്തിക്കണം, നീ നോ, അങ്ങനെ ദൈവമേ പ്രവർത്തിക്കണമല്ല, ദൈവം തന്റെ പ്രവൃത്തിയിൽ താൻ ചെയ്യാൻ പോകുന്നതിൽ താൻ മാറത്തില്ലെന്ന് വചനത്തിൽ കൂടെ അവരവരെ തന്നെ ഉറപ്പിക്കണം. And that is why in the book of Colossians and chapter 1:27, the Bible 26, the mystery which was hidden from ages is now being revealed, which is Christ, the hope of glory. അതുകൊണ്ടാണ് കൊലോസ്യർ 1:27 നമ്മൾ 26-27 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറിഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടുമിരിക്കുന്നു. അവരോട് വിശുദ്ധന്മാർക്ക്, it has been revealed to the saints. വിശുദ്ധന്മാർക്ക് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. What is the mystery? എന്താണ് ആ മറിഞ്ഞു കിടന്ന മർമ്മം? What is the mystery? എന്തായിരുന്നു ആ മർമ്മം? The Christ, the hope of glory, or the glory which was in Christ is now in you, which gives you a hope of everything. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ, അഥവാ ക്രിസ്തുവിലുള്ള അതേ ഗ്ലോറി, അതേ മഹത്വം, അതേ തേജസ് നിങ്ങളുടെ അകത്തിരിക്കുന്നു. Are you sure about it? അതിനെക്കുറിച്ച് ഉറപ്പുണ്ടോ? Many believers are not sure that God is living inside of them. പല വിശ്വാസികൾക്ക് ഉറപ്പില്ല ദൈവം മഹത്വത്തോടെ അവരുടെ അകത്ത് തന്നെ ഉണ്ടെന്ന്. They get wavery. അവര് പ്രതിസന്ധികളിൽ പതറിപ്പോകുകയാണ്. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? God has done everything. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. Now Colossians 2 explains how to confirm or be established in the faith. കൊലോസ്യർ 2 എങ്ങനെയാണ് വിശ്വാസത്തിൽ നമ്മൾ ഉറച്ച അടിസ്ഥാനം ഊന്നേണ്ടതെന്ന് വായിക്കുന്നു. The Bible says in verse 2 that your hearts may be encouraged. അതിന്റെ 2 നമ്മൾ ഇങ്ങനെ വായിക്കാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഐകമത്യപ്പെട്ട ഏകഭാവമുള്ളവരായി എന്നൊക്കെയാണ്. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും ദൈവമർമ്മത്തിന്റെ, what is the mystery? The mystery is Christ is in you. Now the Bible is saying in Colossians 2:2, you should be encouraged by the full assurance of the understanding of this mystery. ഈ മർമ്മത്തെ കുറിച്ചുള്ള അറിവിൽ നിങ്ങളെ തന്നെ ഉത്സാഹഭരിതരാക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And assurance, ആ ഉറപ്പ് കൊടുക്കണം. assurance, full assurance, പൂർണ്ണ ഉറപ്പ്, full assurance, പൂർണ്ണ സ്ഥിരത. No one else will encourage you. You have to encourage yourself in the full assurance that I have the glory of God in me. No one can touch me because I know that the word cannot change. ചുറ്റും നിൽക്കുന്ന ആരെങ്കിലും നിന്നെ ഉറപ്പിക്കും, നിന്നെ ധൈര്യപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. മറിച്ച് വചനം പറയണം, ഞാൻ എന്നെ തന്നെ പറഞ്ഞു ഉറപ്പിക്കണം. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു പൂർണ്ണ ഗ്ലോറിയിൽ എന്റെ അകത്തുണ്ട്. ഒരു പ്രതിസന്ധിയും എന്നെ തൊടത്തില്ല. You know what we like is people having pity on us. നമുക്ക് പലപ്പോഴും നമ്മുടെ ജഡത്തിന് ഇഷ്ടം എന്നാണെന്നറിയോ, എല്ലാവരും നമ്മളോട് വലിയ സഹതാപവാക്കൊക്കെ പറഞ്ഞു. Oh, I know how much problem you have gone. Oh, and then you say, I feel depressed. No wonder you are depressed. You are hearing all those nonsense instead of saying, Christ in me, the one in me is greater. പലപ്പോഴും മനുഷ്യർക്ക് ഇഷ്ടം, എൻ്റെ അച്ചായ ഇങ്ങനെ സംഭവിച്ചല്ലോ, അമ്മാമേ ഇങ്ങെന്തോ, എന്നാലും കഷ്ടമായി പോയല്ലോ. ഇത് കേൾക്കാൻ ജഡത്തിന് ഇഷ്ടം, പക്ഷെ കേൾക്കും തോറും ഒന്നുകൂടെ തളരുക. എന്നാൽ അതിന് പകരം വചനം എന്നെ കുറിച്ച് പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ അകത്തുണ്ട്. എനിക്ക് ആരുടെ സഹതാപം വേണ്ട. I will be the head and not the tail. ഞാൻ ശിരസ്സ് തന്നെയായിരിക്കും, വാലായിരിക്കും. Increase and never decrease. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കും. God is living in me. എന്തെന്നാൽ ദൈവം എന്നിൽ വാസം ചെയ്യുന്നു. God who never will change his word. God who is risen and is alive forevermore. God, the hope of glory he has put in me. വാക്കും മാറ്റാത്ത ദൈവം, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ, തന്റെ മഹത്വത്തിന്റെ പ്രത്യാശയവൻ, അവൻ എന്റെ അകത്ത് ജീവിക്കും. Today as you are watching me, tell your sickness, you
have no position in this body. Get out in Jesus' name. നിങ്ങൾ ഈ വചനം എന്റെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുന്ന രോഗത്തോട് പറയണം, നിനക്ക് എന്നിൽ ഒരു സ്ഥാനവും ഇല്ല, എന്നെ വിട്ട് പോ. Tell that condemning people, get out in Jesus' name. Everything that is stopping you, pulling you down, speak to it in Jesus' name. Assure yourself and be encouraged. നിന്നെ കുറ്റം ചുമത്തുന്ന വാക്കുകളുമായി ചുറ്റും നിൽക്കുന്നവരുടെ വാക്കിൽ പരിതപിക്കാതെ എന്റെ കർത്താവിൽ ഞാൻ നീതിമാനാന്ന് പറഞ്ഞ് അതിനോട് എതിർത്ത് ബലപ്പെട്ട തല ഉയർത്തുക. That is why the Bible says, my son, incline your ear to the word. Don't incline your ear to the world and others' opinion. Incline your ear to what Jesus has to tell അതുകൊണ്ടാണ് you. വചനം പറയുന്ന, മകനെ നിന്റെ എന്റെ വാക്കിന് നിന്റെ ചെവി ചായ്ക്ക. ലോകത്തിന്റെ വാക്കിനല്ല, മനുഷ്യരുടെ താങ്ങിനല്ല, എന്റെ വാറാത്ത വാക്കിന് നീ ചെവി ചായ്ക്ക, നീ ഉറച്ചു നിൽക്കും. Encouraged and attaining. Encouraged and attaining, taking, receiving. അവിടെ സ്വയം ഉത്സാഹിപ്പിക്കുകയും അറ്റൈനിങ് പ്രാപിച്ചെടുക്കുകയും എന്നാണ്. All the riches of the full assurance of this mystery. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം, അഥവാ എൻകറേജ്ഡ് ആകണം. അതിനുവേണ്ടി ഞാൻ പോരാട്ടം കഴിക്കുന്നു. When you assure yourself, നിങ്ങളെ തന്നെ ഉറപ്പിക്കുമ്പോൾ you get encouraged. നിങ്ങൾക്ക് ഉത്സാഹം ഉണ്ടാവും. When you get encouraged, നിങ്ങൾക്ക് ആ ഉത്സാഹം ലഭിക്കുമ്പോൾ you will seek things that are on heaven, not on earth. നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കും, ഭൂമിയിലുള്ളതല്ല. You will understand that my God, I won't be worried about tomorrow. My God will supply all my need according to the riches of his glory. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാകും, എന്റെ ദൈവമോ എന്റെ ആവശ്യങ്ങളൊക്കെ തന്റെ ധനത്തിനോ അവിടുത്തെ ധനത്തിനത്തോണം പൂർണ്ണമായി തീർത്തവരും ഞാനൊന്നിനെ കുറിച്ചും ഭാരപ്പെടും. That is why the Bible says assurance. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ പൂർണ്ണ ഉറപ്പ്, Assurance. നിശ്ചയം. You know, there is a challenge. I'm not criticizing. There is a challenge in Malayalam translation. മലയാളം ബൈബിളിലെ പഴയ ആ പരിഭാഷയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയല്ല. For example, yesterday night, I shared from John 2. യോഹന്നാൻ 2 നിന്ന് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. There is a word, John 2. Hallelujah. യോഹന്നാൻ 2 assure yourself. നിങ്ങളെ തന്നെ ഉറപ്പ് കൊടുക്കണം. Assure yourself. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉറപ്പ് നൽകണം. And encourage yourself. നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കണം. So that you can attain what Christ has completed on the cross. ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച് നിങ്ങൾ അറ്റൈൻ ചെയ്തെടുക്കുവാൻ. John chapter 2 verse 4. യോഹന്നാൻ 2:4. This is a translation which has created such a flutter in the churches. സഭകളിൽ ഒത്തിരി ഈ വ്യാഖ്യാന പെശകുണ്ടാക്കിയ ഒരു ട്രാൻസ്ലേഷൻ, മലയാളത്തിലേക്കുള്ള പരിഭാഷ പ്രശ്നം. യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. When you read from Malayalam, മലയാളത്തിൽ വായിച്ചാൽ you will think Jesus is what is it to do with you and me? I have nothing to do with you. യേശു ആ കാനാവിൽ വെച്ച് മറിയോട് പറയുകയാണ്, എനിക്കും നിനക്കും തമ്മിൽ നമുക്ക് തമ്മിൽ എന്നാ ബന്ധമെന്ന് ചോദിക്കുന്നു. But in English it says, what does the concern? Why are we concerned about this issue over here? എന്നാൽ അവിടെ നമ്മളിവിടെ ക്ഷണിക്കപ്പെട്ടവരാണ്, ഇവിടുത്തെ കാര്യത്തിൽ നമ്മൾ എന്തിനാ കൺസേൺഡ് ആകുന്നതെന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. Because of this one word missing, ഈ ഒരു വാക്ക് അവിടെ പഴയ ഒരു മലയാളത്തിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് people are saying ഒരുപക്ഷെ തമ്മിൽ എന്നുള്ളതിനെ അന്ന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരിക്കും. The same way in Colossian, full assurance missing. ഇതുപോലെ തന്നെ ഫുൾ അഷ്വറൻസ്, പൂർണ്ണ നിശ്ചയം എന്നുള്ള വാക്ക് മലയാളത്തിലില്ല. Assurance is always acknowledging or speaking out what God has done, so that you get encouraged and not go by the worldly standards. എന്താണ് ഈ ഉറപ്പെന്ന് പറയുന്നത്? ദൈവം ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഞാൻ തിരിച്ചറിയുന്നതാണ്. അതിലെനിക്ക് ഉറപ്പുണ്ടാകുമ്പോൾ നാട്ടുകാർ എന്നാ പറഞ്ഞാലും എനിക്ക് ഭയമില്ല. And that is why in the book of Philemon also, Paul says, hearing your love and faith which you have towards Lord Jesus,
and the sharing of your faith becoming effective by the acknowledgement. Acknowledgement means speaking out whatever good God has done in your life. അവിടെ ഫിലോമോന്റെ ലേഖനം എത്ര വാക്യമാ? 5 മാറും. ഫിലോമോന്റെ ലേഖനം 5 മാറും. അങ്ങനെ ഒരു അധ്യായമുണ്ട്. നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Sharing of your faith will become effective, will become powerful when you acknowledge it. നിന്റെ വിശ്വാസത്തിന്റെ ഷെയറിംഗ്, കൂട്ടായ്മ, കൂട്ടായ്മയല്ല, Sharing. ഷെയർ ചെയ്യാം. നിന്റെ വിശ്വാസത്തിന്റെ പങ്കിടൽ, നിന്റെ വിശ്വാസത്തിന്റെ പങ്കിടൽ എഫക്റ്റീവ് ആകുവാൻ, അല്ലേ? You should acknowledge. അത് നീ തിരിച്ചറിയണം. You should speak it out. നീ അത് വാ കൊണ്ട് വിളിച്ചു പറയണം. Because when faith comes by hearing what God has done in your life and the word of God. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവം എന്താ നിനക്ക് വേണ്ടി ചെയ്തതെന്ന് കേട്ട് അത് പറയുമ്പോഴാണ്. You will, if you look at the Bible, wherever challenges comes, the saint would always say what God had done previously and will say God will provide. പ്രതിസന്ധികളിൽ ദൈവദാസന്മാർ ചെയ്തതായി നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്തതും പറഞ്ഞതും അവരവരുടേതാക്കി പറയുകയാണ്. Full assurance. പൂർണ്ണ ഉറപ്പോടെ. The same word we find it in 1 John. ഇതേ പ്രയോഗം യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ കാണും. 1 John chapter 3. 1 യോഹന്നാൻ 3 and verse 18 and 19. 1 യോഹന്നാൻ 3-ന്റെ 18-19. My little children, let us not love by the word or in tongue, but in deed and the truth. ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. When you see someone in problem, you will act to save them. ആരെങ്കിലും ഒരു പ്രതിസന്ധിയിലായിരുന്നു നിങ്ങൾ കാണുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ചൂട് വെക്കുകയാണ്. And then verse 19 says, and by this we know that we are of the truth and assure our heart before him. അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം സത്യത്തിന്റെ പക്ഷത്തിൽ നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയും. 20 ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ അല്ല, അത്ര ഉള്ളൂ. the whole word ഇവിടെ വെച്ച് നിർത്തിക്കളയാ. Hallelujah. By this we know, ഇതുവഴി നമുക്ക് അറിയാം, that we are of the truth നമ്മൾ സത്യത്തിന്റെ മക്കളാണ്. and assure our heart. നമ്മൾ നമ്മുടെ ഹൃദയത്തെ തന്നെ ഉറപ്പിക്കും. How do you assure your heart? By encouraging, by acknowledging, by speaking the word of faith. ദൈവ ക്രിസ്തുവിന്റെ ആ സത്യവചനത്തെ അംഗീകരിക്കുന്നതിലൂടെ, അത് ഹൃദയത്തിലാക്കുന്നതിലൂടെ, അത് ഉച്ചരിക്കുന്നതിലൂടെ നിങ്ങളെ തന്നെ നിങ്ങൾ ഉറപ്പിക്കുക. We are having a full assurance of the understanding of the mystery by acknowledging, by attaining, by encouraging ourselves, by speaking out faith. നമ്മൾ വിശ്വാസം പറയുന്നതിലൂടെ, നമ്മൾ ആ വചനം സ്വീകരിക്കുന്നതിലൂടെ, നമ്മളെ തന്നെ ഉറപ്പിക്കുന്നതിലൂടെ നമ്മളത് സ്ഥാപിക്കുകയാണ്. Oh, can you shout and say, I will increase and never decrease? അത് വിളിച്ചു പറയാമോ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. And this assurance or boldness to speak to yourself, to speak to your issue, comes by the understanding that we have a new way. നമുക്കൊരു പുതിയ വഴി, ദൈവത്തോടൊരു പുതിയ ബന്ധം എന്നുള്ള അറിവിലൂടെ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്യും, നമ്മുടെ പ്രശ്നങ്ങളോട് സംസാരിക്കാൻ നമ്മൾ പ്രാപ്തരാകും. And that is why in Hebrews chapter 10 and verse 22 you will again find the word. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10:22 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, let us draw near with a true heart, with the full assurance of faith, because our heart is sprinkled from an evil conscience and our bodies washed with a pure water. Let us hold fast to the confession of our hope without wavering, for he who has promised is faithful. ഈ ഹൃദയത്തിന്റെ ഉറപ്പിലെയും ആ ദൈവത്തിലുള്ള ഉറപ്പിൽ പറയുന്നതിനെ കുറിച്ച് എബ്രായർ 10:22 പറയുന്നത് ശ്രദ്ധിക്കുക. 22 മുതൽ, നാം ദുർമനസാക്ഷ്യം നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്. പൂർണ്ണ നിശ്ചയം, അഷ്വറൻസ്, പൂർണ്ണ ഉറപ്പാ. എനിക്ക് ഉറപ്പ് തരുക.
I am assuring myself. What do I assure myself? ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കുക, എന്നോട് തന്നെ പറഞ്ഞ് ഞാൻ ഉറപ്പ് പ്രാപിക്കുക. That he who has promised is faithful. എന്താണ്? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. That is my assurance. അതാണ് ഞാൻ എന്നെ ഉറപ്പിക്കുന്നത്. That is why we need a pure heart, so that we will be established, assuring, encouraging. Why? Because we have a new way which Jesus opened to the Holy of Holies, where we can enter for mercy at any time of need. പിതാവിന്റെ മുമ്പാകെ ഒരു പുതിയ വഴി, പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ യേശു തന്റെ ശരീരത്തിലൂടെ പ്രതിഷ്ഠിച്ച ഒരു പുതു വഴിയുള്ളത് കൊണ്ട് നമ്മുടെ ദുർമനസാക്ഷി മാറ്റി ക്ലിയർ കോൺഷ്യൻസിൽ നിഷ്കളങ്കമായ മനസ്സോടെ നമ്മളെ തന്നെ ദൈവം പറഞ്ഞത് പറഞ്ഞ് ഉറപ്പിച്ചാണ് ചെല്ലുന്നത്. We have an assurance. നമുക്കൊരു ഉറപ്പുണ്ട്. When the devil tells you പിശാച് നിങ്ങളോട് you പറയുമ്പോൾ are going to fail, നീ പരാജയപ്പെടും, you are going to be destroyed, നിനക്ക് തകർച്ചയുണ്ടാകും. this assurance of faith, no, he who has called me is faithful, he who has called me loves me, I will keep on speaking. That is why the Bible says, hold fast to the confession of your faith. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, എന്നെ വിളിച്ചവൻ നടത്തും, അന്ത്യത്തോളം നടത്തും, അവന്റെ വാക്ക് മാറത്തില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറയുകൊണ്ടാണ് നിങ്ങളുടെ ഏറ്റുപറച്ചിൽ മുറുകെ പിടിക്കുവിനാണ് അവിടെ സ്വീകാരം, സ്വീകരിച്ച് പറയുന്നത് മുറുകെ പിടിക്കും. If you have said Jesus is my Lord, നിങ്ങൾ യേശുവിന്റെ കർത്താവാണ്, നിങ്ങൾ if you have said Jesus is my Lord, യേശുവിന്റെ കർത്താവാണ് you have declared, നിങ്ങൾ അവിടെ പ്രഖ്യാപിച്ചിരിക്കുക. He is your provider, he is your protector, he is your shepherd, he will do everything for you. യേശുവിന്റെ കർത്താവാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസി ആ ഒരു വാക്കിലൂടെ എന്തൊക്കെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? അവൻ എന്നെ കരുതും, അവൻ എന്നെ സൂക്ഷിക്കും, അവൻ എന്നെ നടത്തും. ഈ വാക്ക്, അവൻ ചെയ്യാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും എന്റെ കർത്താവാന്ന് പറഞ്ഞ ഒറ്റ വാക്കിലൂടെ ഞാൻ പ്രഖ്യാപിച്ചു. And that is why the Bible says the full assurance. Assuring is talking to yourself. അവിടെ പറഞ്ഞാണ് പൂർണ്ണ നിശ്ചയം, പൂർണ്ണ ഉറപ്പ് എന്ന് പറഞ്ഞാൽ എന്നോട് തന്നെ പറഞ്ഞു ഉറപ്പിക്കുക. I have to talk to myself. ഞാൻ എന്നോട് തന്നെ സംസാരിക്കണം. That I am going to hold on to the hope that I will never waver, I will never lose my confidence, because I know he loves me. എന്റെ പ്രത്യാശ ഞാൻ മുറുകെ പിടിക്കും. അവൻ എന്നെ കുറിച്ച് ചെയ്യുമെന്ന് എന്തൊക്കെ ഞാൻ സ്വീകരിച്ച് പറഞ്ഞു എന്റെ ഏറ്റുപറച്ചിലിൽ തന്നെ ഞാൻ നിൽക്കും, അവൻ മാറത്തില്ല. That is why in words 19, 20 and 21 talks what you have to assure yourself. അതുകൊണ്ടാണ് 19, 20, 21 വാക്യങ്ങളിൽ നമ്മളെ എന്താ പറഞ്ഞ് നമുക്ക് ഉറപ്പ് കൊടുക്കേണ്ടത്? You have to say, I have the boldness to enter into the Holy of Holies. എനിക്ക് ആ അതിവിശുദ്ധ സ്ഥലത്ത് സ്വർഗ്ഗപിതാവിന്റെ അടുക്കൽ എപ്പോൾ വേണമെങ്കിലും ചെല്ലാൻ എനിക്ക് വാതിൽ തുറന്നു. By the blood of Jesus. യേശുവിന്റെ രക്തത്തിലൂടെ. Oh, today the blood of Jesus, which cleanses us from every unrighteousness, is still available. The moment you repent and turn, he gives you an assurance. You have to speak that assurance that God is for me. സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം ഇന്നും നമുക്ക് വേണ്ടി ഗുണകരമായി നിൽക്കുന്നുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ആ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പൂർണ്ണ ധൈര്യം പ്രാപിക്കാൻ കഴിയും. The Bible says he has concentrated this way, the living way, the new way. This is not the old way where you have to carry a lamb, you have to carry an offering. Today the offering is Jesus. You have to walk by faith, in boldness, assuring yourself, I am here by the blood of Jesus Christ. ഒരു ജീവനുള്ള ഒരു പുതിയ വഴിയിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ ഏത് മഹാഭാവിക്കും യേശുവിന്റെ രക്തത്തിലുള്ള ആശ്രയത്താൽ അവിടെ ചെല്ലാം. ഇതൊരു പുതിയ വഴിയാണ്. ആ പഴയ നിയമത്തിലെ വഴിയല്ല. അവിടെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി നിങ്ങളൊരു ആടിനെ, നിങ്ങളൊരു യാഗവസ്തുവിനെ ചുമന്നുകൊണ്ട് ഇപ്പോൾ അത് വേണ്ട. അവന് നിന്നോടുള്ള സ്നേഹത്തിൽ പൂർണ്ണ ഉറപ്പോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാനുള്ള പുതിയ വഴി തുറന്നിരിക്കുക. Consecrated meaning it is separate, it is private, it is hotline. You can approach the throne of grace for mercy at any time of need. അവിടെ കോൺസിക്രേറ്റഡ് ആയിരിക്കുന്ന ഒരു വഴി, വിശുദ്ധമാക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, ഈ നാമം വിളിച്ച് യേശുവിന്റെ നാമത്തിൽ ചെല്ലുന്ന മക്കൾക്ക് വേണ്ടി മാത്രമായി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു വഴി. അതിലൂടെ എപ്പോൾ വേണമെങ്കിലും നിനക്ക് അവിടെ ചെല്ലാം. And number 3,
Secondly, is that your high priest is seated there at the right hand of the Father. രണ്ടാമത് ഈ വഴിയുണ്ടെങ്കിൽ മൂന്നാമത് നീ അവിടെ ചെല്ലുമ്പോൾ പിതാവിന്റെ വശത്തായി നിനക്ക് വേണ്ടി സകല ബലഹീനതകളും അറിഞ്ഞ ഒരു മഹാപുരോഹിതൻ നിനക്ക് വേണ്ടി അവിടെ ഇരിക്കുകയാണ്. Number 4, the life that is in this high priest is the same life that is in me. I am connected with him. നാലാമതായി ഈ മഹാപുരോഹിതനിൽ ഏത് ജീവനാണോ ഉള്ളത് അതേ ജീവന എന്റെ അകത്തുള്ളത്. എന്റെ ജീവനും ആ ജീവനും തമ്മിൽ കണക്റ്റഡ് I ആണ്. have to assure myself. ഞാൻ എന്നെ തന്നെ I will ഉറപ്പിക്കണം. never be a failure. ഞാൻ ഇനി പരാജയപ്പെടില്ല. I will never be defeated. ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല. I will arise. ഞാൻ എഴുന്നേൽക്കും. God is for me. Who can be against me? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആര്? Hallelujah. ഹല്ലേലൂയ. That is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, do not hold fast to the confession, meaning വിടരുത്. അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിച്ചോണം. നിങ്ങൾ ഒരിക്കൽ ഏറ്റുപറഞ്ഞിട്ടുണ്ടല്ലോ, അത് വിടരുത്. അവൻ തന്നെയാണ് എന്റെ കർത്താവ്. That is why in verse 35 the Bible says, never cast away the confidence which is of great reward. അതുകൊണ്ടാണ് 35-ാം വാക്യത്തിൽ പറയുന്നത്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം ഒരിക്കലും തള്ളിക്കളയരുത്. You can cast it away or you can hold on to it. അതിന്റെ അർത്ഥം വേണമെങ്കിൽ ഈ ധൈര്യം തള്ളിയിട്ട് പതറി പുറകോട്ട് പോകാം, എന്നാൽ ഒരിക്കലും തള്ളരുത്. അവൻ എന്നോടുള്ള സ്നേഹം ഒരിക്കലും മാറത്തില്ല എന്ന ധൈര്യത്തിൽ മുമ്പോട്ട് പോകണം. One day I was going to meet a very VIP, a big minister. ഒരിക്കൽ ഞാൻ ഒരു വലിയ VIP മിനിസ്റ്ററെ കാണാൻ പോയി. When I arrived in his house, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ there were hundreds over there. അവിടെ നൂറുകണക്കിന് ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വെയിറ്റ് ചെയ്യാണ്. They had recommendation, they had a petition, they are all waiting. ശുപാർശ കത്തുകളും ഒക്കെ ആയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. I arrived. ഞാൻ അവിടെ വന്നു. I was thinking, my God, I have to wait over here. ഞാൻ ഓർത്തു, ഇത്രയും പേര് കാണാൻ നിൽക്കുക, ഇനി ഞാനും വെയിറ്റ് ചെയ്യണമല്ലോ. The gunman looked at me. എന്നാൽ ആ മന്ത്രിയുടെ ഗൺമാൻ ഉയർന്ന് എന്നെ നോക്കി, whispered to the minister. എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു. Suddenly I saw the gunman come out. പെട്ടെന്ന് ഗൺമാൻ അവിടുന്ന് കറങ്ങി എന്റെ അടുത്ത് വന്നു. And he went like this, right behind. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാം ബൈപ്പാസ് ചെയ്ത് എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മന്ത്രിയുടെ അടുത്ത്. In 2 minutes I had my work done and I came back. 2 മിനിറ്റ് കൊണ്ട് എന്റെ കാര്യം ചെയ്ത് ഞാൻ പുറത്തു വന്നു. You are not ordinary. നീ സാധാരണ വ്യക്തിയല്ല. There is a new way. ആ മന്ത്രിയുടെ അടുക്ക ചെന്നതിനേക്കാൾ ഒരു പുതിയ ശ്രേഷ്ഠ വഴി നിനക്ക് വേണ്ടിയുണ്ട്, which Jesus has consecrated, separated for you and you only. യേശു മുമ്പേ നിനക്ക് വേണ്ടി പോയി നിനക്ക് വേണ്ടി മാത്രമായി കോൺസെക്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു പാത. You don't have to cry and weep and mourn. You are his son. You are his bride. You are bought not of silver or gold. You are bought by the precious blood of Jesus. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിലവിളിച്ച് ഉരുണ്ട് കരഞ്ഞ് ഭയ്യോ പത്തോ വെക്കേണ്ട ആളല്ല നീ, മറിച്ച് തന്റെ രക്തം കൊടുത്ത്, വെള്ളിയാലോ പൊന്നിനാലോ അല്ല, തന്റെ വിലപ്പെട്ട രക്തം കൊടുത്ത്, പുത്രനെ കൊടുത്ത് നിന്നെ വിലക്ക് വാങ്ങി നിനക്ക് വേണ്ടി അവിടെ എപ്പോഴും ചെല്ലുവാൻ ഒരു പാത തുറന്നിട്ട ഏറ്റവും പ്രധാന വ്യക്തിയാണ് നീ. Plus, not only is this a new way, it is a New Testament way, it is the new consecrated way, plus that high priest is your own. ശ്രദ്ധിക്കുക, ഇതൊരു പുതിയ നിയമത്തിലെ പുതിയ വഴി മാത്രമല്ല, നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട, നിനക്ക് വേണ്ടി മാത്രം എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന ഒരു വഴിയാണ്. അത് മാത്രമല്ല, അവിടെ ഈ വഴിയെ നീ ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനും ഇരിപ്പുണ്ട്. And that is why it says, let us draw near with full assurance in the heart. അതുകൊണ്ടാണ് ഹൃദയത്തിൽ പൂർണ്ണ നിശ്ചയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. My dear, this is not psychology. പ്രിയരെ, ഇത് നമ്മളെ മനസ്സിനെ ഉണർത്തുന്ന ഒരു മനഃശാസ്ത്ര പ്രയോഗമൊന്നുമല്ല. This is not motivational speech. ഇത് മോട്ടിവേഷണൽ പ്രസംഗമല്ല. This is reality. ഇതൊരു വാസ്തവം, സ്വർഗത്തിൽ നിലനിൽക്കുന്ന വാസ്തവമാണ് പറഞ്ഞത്. The more you have intimate relationship with Jesus, യേശുക്രിസ്തുവിനോട് നിങ്ങൾക്ക് എത്രയധികം അടുത്ത ബന്ധമുണ്ടോ, you will not be like the disciple who said, who can this be? You will say, this is my own. കൊടുങ്കാറ്റടിച്ച് അതിനെ ശാസിച്ച യേശുവിനെ നോക്കിക്കൊണ്ട് ഇവൻ ആർ എന്ന് ഇനി നിങ്ങൾ ആ ശിഷ്യന്മാരെ പോലെ പറയത്തില്ല. You will not be surprised at a miracle because you know you are carrying his life, his glory, and everything in you
is not ordinary. ഇനി ഒരു അത്ഭുതം കണ്ടവുടനെ നിങ്ങൾ അത്ഭുത പരതന്ത്രമൊന്നും ആകത്തില്ല. കാരണം നിങ്ങൾക്ക് അവനോട് അത്രമേൽ അടുപ്പമുള്ളതുകൊണ്ട് അത്ഭുതം അവന്റെ സ്വഭാവമാണെന്നറിയാം. Today, I can assure you that if you love him, you ഇന്ന് will ഞാൻ have ഒരു faith ഉറപ്പ് in him. തരട്ടെ, ഇന്ന് നിങ്ങൾ അവനെ സ്നേഹിക്കുന്നെങ്കിൽ You will have faith in him. അവന്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് This is ധൈര്യം. not positive talking, positive thinking. This is reality. That he loves you, so only good will happen to you. ഇതൊരു കേവലം നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന ഒരു പോസിറ്റീവ് പ്രസംഗമല്ല, ഇതൊരു സത്യമാണ്. Don't incline to the world. Don't incline to any man. Incline yourself to the word and your Savior, Jesus Christ, who will never leave you nor forsake you. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വെറും മനുഷ്യനിലോ അവന്റെ സമ്പത്തിലോ അവന്റെ വാക്കുകളിലോ ആശ്രയിക്കരുത്. അവൻ പറഞ്ഞ നിരാശയുടെ വാക്കുകൾ നിന്നെ തളർത്തരുത്. മറിച്ച് മാറാത്ത വാക്കു പറഞ്ഞ കർത്താവിൽ അവന്റെ സ്നേഹത്തിൽ പൂർണ്ണമായി ചാഞ്ഞിരിക്കുക. Stop talking nonsense. Speak the word. I will increase. I will be a more than conqueror. I am an overcomer of the world. In the name of Jesus, I can approach him anytime for any need, for mercy and for any need. I have a new way. I have not an ordinary way like others. I am very special for Jesus. ആകയാൽ ആരെങ്കിലും പറഞ്ഞ അർദ്ധശൂന്യമായ വൃഥാലാപങ്ങളെല്ലാം ഒഴിഞ്ഞിരുന്ന് വേണ്ടാത്ത വാക്കുകൾ ഒന്നും കേൾക്കാതെ ഞാൻ എൻ്റെ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ഒരു പുതുവഴിയുണ്ട്, എപ്പോൾ വേണമെങ്കിലും എനിക്ക് അവിടെ ചെയ്യാം, അവിടെ എനിക്കൊരു മഹാപുരോഹിതനുണ്ടെന്നുള്ള ഉറപ്പ് അവരവർക്ക് തന്നെ നൽകിയാട്ട്. Some people ask me, why are you not bothered by people who call you names and criticize you and talk all nonsense? തങ്കു ബ്രദറെ, താങ്കളെ കുറിച്ച് വേണ്ടാത്തതൊക്കെ ഓരോരുത്തർ പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്താ ഒരു കുലുക്കവും ഇല്ലാത്തെന്ന് എന്നോട് പലരും ചോദിക്കും. Because I don't value them. കാരണം ഞാൻ ആ വാക്കുകൾക്ക് വിലയെ കൊടുത്തില്ല. I value my Savior. ഞാൻ എൻ്റെ രക്ഷകന്റെ വാക്കുകൾക്ക് വില കൊടുത്തു. He is precious for me. അവൻ എനിക്ക് വിലപ്പെട്ടവനാണ്. And he will speak only good of me. അവൻ നല്ലത് മാത്രമേ പറയത്തുള്ളൂ. Trust Jesus. യേശുവിൽ ആശ്രയിക്കുക. Colossians 2:2, encouraging yourself by the assurance of to attain the full riches of the mystery. And what is the mystery? Christ in you, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്നുള്ള മർമ്മത്തിന്റെ പൂർണ്ണ നിശ്ചയം അത് അറ്റൈൻ ചെയ്ത് അത് പ്രാപിച്ച് നിങ്ങളെ തന്നെ അത് പറഞ്ഞു ഉറപ്പിക്കണം. And this is what the Holy Spirit helps you. He will bring out what is already deposited in you. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പുതിയതൊന്നിനു വേണ്ടി കാത്തിരിക്കുകയല്ല, ഇത് നിങ്ങളുടെ അകത്ത് ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഈ നിക്ഷേപം നിങ്ങളുടെ ഉള്ളിൽ കാണിച്ചു തരികയാണ്. All those who are going through challenges, ഇന്ന് പല വെല്ലുവിളികളിലൂടെയും ജീവിത പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവർ, do not let that pull you down. ആ പ്രതിസന്ധി നിങ്ങളെ ഇടിച്ചു താക്കാൻ, പിടിച്ച് താഴോട്ട് താക്കാൻ അനുവദിക്കരുത്. Same spirit that rose Jesus from the dead abides in you. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്ന അതേ ആത്മശക്തി നിങ്ങളുടെ ഉള്ളിലും ഇരിപ്പുണ്ട്. Never say I give up. ഞാൻ അവസാനിപ്പിക്കാൻ പോവാന്ന് ഒരിക്കലും പറയരുത്. Never say how all the doors are closed. എല്ലാ വാതിലും അടഞ്ഞു എന്ന് പറയരുത്. Worldly standards might be all doors are closed. ഒരുപക്ഷെ ലോകപ്രകാരം നോക്കിയാൽ, ഈ പുറത്തെ കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം അടഞ്ഞതുപോലെ ആയിരിക്കും കാണുക. But the word says, എന്നാൽ വചനം പറയുന്നു, you are qualified. നിന്നെ അവൻ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. Delivered from the power of darkness. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. You have a concentrated special way separated for you. നിനക്ക് വേണ്ടി മാത്രമായി എപ്പോൾ വേണമെങ്കിലും പിതാവിന്റെ അടുക്കൽ വേറെ ആർക്കും ചെല്ലാൻ കഴിയാത്തൊരു വഴി നിനക്ക് വേണ്ടിയുണ്ട്. You have been given the name when you speak every knee bows. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന യേശുവിന്റെ നാമം എന്ന അത്ഭുത നാമം നിന്റെ നാവിൽ പറയുവാൻ തന്നിട്ടുണ്ട്. The promises and glory of God deposited in you. നിനക്ക് വേണ്ടി ദൈവം തന്റെ വാഗ്ദത്തങ്ങളും മഹത്വവും ഒരു നിക്ഷേപമാക്കി വെച്ചിരിക്കുന്നു. Let the joy bubble in you. ഓ, നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം നിറഞ്ഞു പൊങ്ങട്ടെ. Oh, let every rejection, every condemnation leave in Jesus' name. നിന്നെ കുറിച്ചുള്ള എല്ലാ തള്ളിപ്പറച്ചിലുകളും, നിന്നെ കുറ്റം വിധിച്ച വാക്കുകളും, നിന്നെ ഏതുമല്ലെന്ന് പറഞ്ഞ് ഒതുക്കിയതും എല്ലാം നിന്റെ അകത്ത് നിന്റെ മനസ്സിനെ വിട്ട് ഓടിപ്പോകട്ടെ. Lift up your holy hands and start worshiping in the Spirit. വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ And Lord, I
worship you. Lord, I worship you. And Lord, I worship